നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മഹാഭാരതത്തിലേക്ക് സ്വാഗതം. അമൃതകാല പ്രയാണത്തിലാണ് നമ്മുടെ രാഷ്ട്രം. 2047 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർണായക ശക്തിയാകുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ഈ രാഷ്ട്രം അതിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാൻ ഒരിക്കൽ കൂടി ഒരുങ്ങുകയാണ്. ഈ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും തെരഞ്ഞെടുപ്പ് ചൂട് ഉച്ചസ്ഥായിയിലായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP ഇക്കുറി ഉയർത്തുന്ന മുദ്രാവാക്യം ആപ്കി ബാർ 400 പാർ ഫിർ ഏക് ബാർ മോദി സർക്കാർ എന്നുള്ളതാണ്. 2014-ലും 2019-ലും ഐതിഹാസികമായ വിജയത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങൾ എല്ലാം മാറ്റിമറിച്ച BJP ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിശക്തമായ ആത്മവിശ്വാസത്തിലൂടെ ഇക്കുറി 400 കടക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലോക്സഭയിൽ നഷ്ടപ്പെട്ട കോൺഗ്രസിനെ സംബന്ധിച്ച്, പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അതിജീവനത്തിൻ്റെ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം. ദേശീയ പാർട്ടിയാണെങ്കിലും ദേശീയ തലത്തിൽ അപ്രസക്തമായ CPM-ന് അവരുടെ പരമ്പരാഗത ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം കാത്തുസൂക്ഷിക്കുവാൻ കേരളത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചേ മതിയാകും. അങ്ങനെ വാർത്താ സമ്പന്നമായ ജനാധിപത്യത്തിൻ്റെ ഉത്സവ കാലഘട്ടം 2 മാസക്കാലം നീണ്ടു നിൽക്കുകയാണ്. മഹാഭാരതം എന്ന പ്രത്യേക ന്യൂസ് ബുള്ളറ്റിൻ ഇന്ന് മുതൽ ആരംഭിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 8:30-നും വൈകുന്നേരം 9:30-നുമാണ് മഹാഭാരതം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ നടക്കുന്ന ചൂടേറിയ മത്സര വിശേഷങ്ങൾ, ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക ന്യൂസ് ബുള്ളറ്റിൻ ജനങ്ങളിലേക്ക് ജനം TV-യും എത്തുകയാണ്. ആദ്യം തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് ഇക്കുറി നടക്കുന്ന മത്സരം അത് കേരളത്തിൻ്റെ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി അനന്തപുരി മാറുകയാണ്. BJP സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ഇരുന്ന പദവികളിൽ തൻ്റെ കർമ്മമണ്ഡലങ്ങളിലെല്ലാം വലിയ തോതിൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള നേതാവാണ്. മറുഭാഗത്ത് 15 വർഷമായി തിരുവനന്തപുരത്തിൻ്റെ MP ആയിട്ടുള്ള ശശി തരൂർ അവിടെ UDF സ്ഥാനാർത്ഥിയായി. 2005-ൽ അട്ടിമറി വിജയം നേടിയ ഇടതുപക്ഷത്തിൻ്റെ CPI-യുടെ നേതാവായിട്ടുള്ള പന്നിയൻ രവീന്ദ്രൻ. അങ്ങനെ 3 കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ സംഗമിക്കുന്ന തിരുവനന്തപുരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുമ്പോൾ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക റിപ്പോർട്ടിലൂടെ നമുക്ക് മഹാഭാരതത്തിൻ്റെ ആദ്യഘട്ടം ഇവിടെ ആരംഭിക്കാം. എമ്മനും K കരുണാകരനും KV സുരേന്ദ്രനാഥും ഉൾപ്പെടെ പ്രമുഖർ മത്സരിച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ പൊടിപാറും പോരാട്ടമാണ്. 1989 മുതലുള്ള BJP-യുടെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ NDA-യുടെ ശക്തമായ മുന്നേറ്റമുള്ള മണ്ഡലം. വിശ്വപൗരനെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന ശശി തരൂറിനെതിരെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എത്തിയതാണ് തിരുവനന്തപുരം മണ്ഡലത്തെ ഇത്തവണ ശ്രദ്ധേയമാക്കുന്നത്. LDF-ന്റെ പന്ന്യൻ രവീന്ദ്രനും കൂടി ഉൾപ്പെട്ടതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാകും ഇത്തവണ തിരുവനന്തപുരം സാക്ഷിയാകുക. ലാണ് ശശി തരൂറിനെ കോൺഗ്രസ് തിരുവനന്തപുരത്തേക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനല്ലാത്ത സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിൽ അന്ന് തുടങ്ങിയ മുറുമുറുപ്പ് ഇന്നും അടങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷേ കോൺഗ്രസിനെ പോലും അമ്പരപ്പിച്ച് ശശി തരൂർ 3,26,725 വോട്ട് നേടി വിജയിച്ചു. 2014-ൽ 2,97,806 വോട്ടുകളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,16,131 വോട്ടും നേടി തരൂർ വിജയം നിലനിർത്തി. എന്നാൽ 2009-ൽ LDF-ന്റെ P രാമചന്ദ്രൻ നായർ 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലത്തിൽ അടുത്ത 2 മത്സരങ്ങളിലും BJP ആയിരുന്നു LDF-നെ കടത്തിവെട്ടി 2ാം സ്ഥാനത്തെത്തിയത്. 2014-ൽ O രാജഗോപാൽ 2,82,336 വോട്ടുകൾ നേടിയപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA-ക്ക് വേണ്ടി കുമ്മനം രാജശേഖരൻ നേടിയത് 3,16,142 വോട്ടുകൾ.
ചരിത്രം പരിശോധിച്ചാൽ ബി.ജെ.പിയുടെ മണ്ഡലത്തിലെ മുന്നേറ്റം തുടങ്ങിയത് 3 ദശാബ്ദം മുൻപാണ്. 1989-ൽ ബി.ജെ.പി ഒറ്റയ്ക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ലഭിച്ച വോട്ടുകൾ 56,046 എന്നായിരുന്നു. ഇന്ന് തിരുവനന്തപുരം നഗരസഭയിലെ മുതിർന്ന ബി.ജെ.പി കൗൺസിലർ പി. അശോക് കുമാർ ആയിരുന്നു അന്നത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥി. എൽ.ഡി.എഫിന്റെ സ്വതന്ത്രനായി മത്സരിച്ച സാക്ഷാൽ ONV കുറുപ്പും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് എ. ചാൾസുമായിരുന്നു എതിരാളികൾ. ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ 1,00,000-ൽ നിന്നും 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയാണ് ബി.ജെ.പിയുടെ മുന്നേറ്റം. വലിയ വികസന വാഗ്ദാനങ്ങളായിരുന്നു കഴിഞ്ഞ 2 തവണ ശശി തരൂർ തിരുവനന്തപുരത്ത് വോട്ട് തേടിയപ്പോഴും മുന്നോട്ട് വച്ചിരുന്നത്. ഹൈക്കോടതി ബെഞ്ച്, ബാഴ്സലോണ ഇരട്ട നഗര പദ്ധതി, അങ്ങനെ പലതും. എന്നാൽ ഇത്തവണ അദ്ദേഹം പുറത്തിറക്കിയ വികസന രേഖയിലും 2009 മുതൽ പറയുന്ന ഇതേ വാഗ്ദാനങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ടെന്നതാണ് സത്യം. വേണ്ടത്ര വികസന കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രവർത്തികൾ നഗരത്തിന്റെ ചലനത്തെ തന്നെ താറുമാറാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയുള്ള UDF പ്രചാരണങ്ങളെന്നാണ് ആക്ഷേപം. ാണ് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് MP ആകുന്നത്. PK വാസുദേവൻ നായരുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം MP ആയി. 19 വർഷത്തിനിപ്പുറം വീണ്ടും അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ സർക്കാർ വിരുദ്ധ വികാരം എങ്ങനെ മറികടക്കാനാകുമെന്നതാണ് കടമ്പ. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയമാണ് NDA സ്ഥാനാർത്ഥിയും കേന്ദ്ര IT സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. മികച്ച സംരംഭകനും സാങ്കേതിക വിദഗ്ധനുമായ അദ്ദേഹത്തിന്റെ പുതിയ വികസന കാഴ്ചപ്പാട് തലസ്ഥാന നഗരമെന്ന നിലയിൽ തിരുവനന്തപുരത്തിന് ഗുണം ചെയ്യുമെന്നതാണ് NDAയുടെ പ്രതീക്ഷ. മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങൾ മികച്ച വികസനത്തിലേക്ക് പോയപ്പോൾ തിരുവനന്തപുരം എന്തുകൊണ്ട് അവയെ അപേക്ഷിച്ച് പിന്നോട്ട് പോയി എന്നത് പ്രധാന ചർച്ചയാക്കാൻ അദ്ദേഹത്തിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. പാറശാല, നെയ്യാറ്റിൻകര, കോവളം, നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം കഴക്കൂട്ടം നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വികസനത്തിനൊപ്പം ജാതി മത സമവാക്യങ്ങളും നിർണായകമാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നവർ ദേശീയ തലത്തിൽ പരസ്പരം കൈകോർക്കുമ്പോൾ ഇങ്ങ് തെക്ക് തിരുവനന്തപുരത്ത് അവർ കൊമ്പുകോർക്കുന്നതിന്റെ രാഷ്ട്രീയവും ജനങ്ങൾ ചർച്ചയാക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ചന്തു ചന്ദ്രശേഖർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ചന്തു, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന ഒരു മണ്ഡലമായി തിരുവനന്തപുരം ഇതിനകം മാറുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ തന്നെ ബി.ജെ.പിക്ക് ഏറെ സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നേരത്തെ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. 2014 അവിടെ ഒ രാജഗോപാൽ 2ാം സ്ഥാനത്തെത്തുന്നു. 2019 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനാണ് അവിടെ 2ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ തവണ രാജീവ് ചന്ദ്രശേഖർ എന്ന വളരെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ വീണ്ടും അവിടെ ബി.ജെ.പി രംഗത്തിറക്കുമ്പോൾ NDAയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? ഒപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയാകുന്ന ഈ വേളയിൽ 3 മുന്നണികളുടെയും ആത്മവിശ്വാസവും അവരുടെ പ്രതീക്ഷകളും എത്രത്തോളമാണ് ചന്തു? ഗൗതം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യശ്രദ്ധ നേടുന്ന ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് കൂടി തിരുവനന്തപുരത്തെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ബി.ജെ.പി ഒരു വിജയപ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം, വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് അത് തിരുവനന്തപുരമാണ്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ചാൽ ബി.ജെ.പിയുടെ ഒരു മുന്നേറ്റം, ഇവിടെ NDA നടത്തിയിട്ടുള്ള മുന്നേറ്റം ആ തരത്തിലാണ്. പ്രധാനമായും ശശി തരൂർ കഴിഞ്ഞ 3 ടേം മത്സരിച്ചു. 3 ടേമും തൊട്ടു പിന്നിൽ LDF UDFും മാറി മാറി ഭരിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. ആ മണ്ഡലത്തിൽ LDFനെ പിന്നിലാക്കി ബി.ജെ.പി ഒരുപാട് മുന്നിലേക്ക് പോയിരിക്കുന്നു. ഒരു 10% വോട്ട് തമ്മിലുള്ള ഒരു അന്തരം പ്രധാനമായും ശശി തരൂറും കഴിഞ്ഞ തവണ മത്സരിച്ച കുമ്മനം രാജശേഖരനും തമ്മിൽ ഉണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഇവിടെ പ്രധാനമായും കേന്ദ്ര മന്ത്രിയും ഒരു സംരംഭകനും ഒക്കെയായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ പ്രധാനമായും ആ ചിത്രം തന്നെ മാറുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇവിടെ ശശി തരൂരിനെ കോൺഗ്രസ് അവതരിപ്പിക്കുമ്പോൾ ഒരു വിശ്വപൗരൻ എന്ന നിലയിൽ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ 2009
മുന്നിൽ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഈ വിദ്യാ സമ്പന്നത, കൂടാതെ അദ്ദേഹം ലോക രാജ്യങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ ഉയർത്തി വലിയ തരത്തിലുള്ള വോട്ട് സമാഹരണത്തിന് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. അത് ഒരു തരത്തിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പ്രധാനമായും ശശി തരൂർ നേരിടുന്ന വെല്ലുവിളിയും അത് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ കൂടി എത്തുമ്പോൾ ഇത്തരം വാദങ്ങൾ അവിടെ അപ്രസക്തമാകുന്നു. കാരണം രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ തന്നെ ശശി തരൂരിനോളം അല്ലെങ്കിൽ ശശി തരൂരിന് മുകളിൽ NDAക്ക് ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടി പരിഗണിക്കുമ്പോൾ വലിയ വിജയപ്രതീക്ഷയുണ്ട്. കൂടാതെ NDAയുടെ ഉറച്ച മണ്ഡലങ്ങൾ, ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ NDAക്ക് കൃത്യമായ, BJPക്ക് കൃത്യമായ വോട്ട് ഷെയറുള്ള മണ്ഡലങ്ങളുണ്ട്. ആ വോട്ട് കൃത്യമായി BJPയുടെ പക്കലേക്ക് എത്തും. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. 1989 മുതൽ 1989 BJP ഒറ്റയ്ക്ക് ഇവിടെ മത്സരിക്കുമ്പോൾ 52,000 അല്ലെങ്കിൽ 1,50,000 വോട്ട് എന്ന നിലയിൽ നിന്നും ഇപ്പോൾ 3 ലക്ഷത്തിലധികം വോട്ടിലേക്ക് കടക്കുമ്പോൾ അത് കൃത്യമായ മുന്നേറ്റം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം BJPയും NDAയും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രധാനമായും BJPയുടെ വിജയപ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളിൽ ഒരു പ്രതീക്ഷ തിരുവനന്തപുരത്ത് പങ്കിടുന്നുണ്ട്. അതിലൊരു സംശയം ഉണ്ടാകുന്നത് ഈ BJP 2014 അതോടൊപ്പം തന്നെ 2019 ഒക്കെ BJPയോടെ വലിയ മുന്നേറ്റം നടത്തുന്നു. ഒരു വിജയത്തിന്റെ അടുത്തേക്ക് BJPയോടെ എത്തുന്നുണ്ട്. പക്ഷേ ആ BJPക്ക് വോട്ട് ഷെയർ കുറയുന്ന പ്രദേശം നമുക്കറിയാം, നെയ്യാറ്റിൻകര, അതോടൊപ്പം തന്നെ പൂവാറ്, വിഴിഞ്ഞം തുടങ്ങിയ പ്രദേശങ്ങളാണ്. അവിടെ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? കാരണം എല്ലാ തവണയും അവിടുത്തെ വോട്ട് ഷെയർ കൂടി BJPക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തിളക്കമാർന്ന വിജയം തിരുവനന്തപുരത്ത് BJPക്ക് നേടാവുന്നതാണ്. പക്ഷേ ആ മേഖലയിൽ ഏത് തരത്തിലുള്ള നീക്കമാണ് BJP ഈ ഘട്ടത്തിൽ നടത്തുന്നത്, ചന്തു? ഗൗതം ഈ സൂചിപ്പിച്ച കാര്യം പ്രധാനമാണ്. കാരണം പാറശാല, നെയ്യാറ്റിൻകര, കോവളം ഈ 3 മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിൽ വിജയം നിർണ്ണയിക്കുന്നതിൽ സുപ്രധാനമായ ഘടകങ്ങൾ ആയി വരുന്നുണ്ട്. ഈ 3 മണ്ഡലങ്ങളിലും കൃത്യമായ സ്വാധീനം ലത്തീൻ സഭയ്ക്കും CSI പോലെയുള്ള സഭയ്ക്കുമൊക്കെയുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ ഇത്തരം സഭയുടെ വോട്ടുകൾ ഭൂരിഭാഗവും ലഭിച്ചിരുന്നത് കോൺഗ്രസിനാണ്. കാരണം AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ പോലെയുള്ള നേതാക്കളെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന പ്രചാരണത്തിൽ ഈ പാറശാല നിയോജക മണ്ഡലത്തിലെ പൊഴിയൂരിന് സമീപത്ത് നിന്നും ഇങ്ങ് വർക്കലയ്ക്ക് സമീപം വരെയുള്ള വലിയൊരു റോഡ് ഷോ സംഘടിപ്പിക്കുകയും അതുവഴി ലത്തീൻ സമുദായത്തിന്റെയും CSIയുടെയും ഒക്കെ ഒരു വോട്ട് ഏകീകരിക്കുന്നതിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിയുമൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ അഭാവമുണ്ട്. AK ആന്റണി കുറച്ച് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നു. കാരണം AK ആന്റണി ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി BJPയിലേക്ക് വന്നിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ രാഷ്ട്രീയപരമായി തന്നെ ഉണ്ടെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം NDA സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം വികസന നയങ്ങൾ, നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങൾ അത് എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ പറയുന്നത് പോലെ ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടാക്കുക എന്ന തരത്തിലേക്കൊന്നും അത്തരം കാര്യങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ക്രിസ്ത്യൻ സമുദായം കൂടുതലായി ഇപ്പോൾ BJPയോട് അടുത്തിട്ടുണ്ട്. അത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. പ്രത്യേകിച്ച് ലത്തീൻ സമുദായവും CSI സഭയും ഒക്കെ ഇപ്പോൾ BJPയുമായും NDAയുമായും ഒക്കെ അടുത്തു നിൽക്കുന്ന ഒരു കാര്യം കൂടി സുപ്രധാനമാണ്. അപ്പോൾ വോട്ട് സംബന്ധിച്ച് കൃത്യമായ പ്രവർത്തനം ഇതിൽ നടത്താൻ കഴിയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ ഈ ശശി തരൂർ 2009 വരുമ്പോൾ പാറശാല, കോവളം, നെയ്യാറ്റിൻകര പോലെയുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്നൊരു ആവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു വരവ് അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം അദ്ദേഹത്തിന് വരുന്നില്ല എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശികമായുള്ള സ്ഥലങ്ങളിൽ, ഒരു കോസ്റ്റൽ ബെൽറ്റ് മേഖലയിലൊക്കെ NDAക്ക് വലിയ തരത്തിലുള്ള വോട്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് മൂലം ഇടപെടുകയാണ് തിരുവനന്തപുരം. BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും CPMും ഒക്കെ ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. പ്രത്യേകിച്ച് പൂവാർ, വിഴിഞ്ഞം, അതോടൊപ്പം തന്നെ പാറശാല തുടങ്ങിയ ബെൽറ്റുകൾ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ പ്രദേശമാണ്. പക്ഷേ നമ്മൾ എടുത്തു കാണേണ്ട ഒരു നിർണായക ഘടകം രാജ്യത്ത് തന്നെ, പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ നാഗാലാൻഡും മേഘാലയയും ഒക്കെ പോലെയുള്ള, ഗോവയൊക്കെ പോലെയുള്ള ക്രിസ്ത്യൻ സ്വാധീന ബെൽറ്റുകൾ പൂർണ്ണമായും BJPയിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. സ്വാഭാവികമായും ക്രിസ്ത്യൻ വോട്ടുകൾ ഇക്കുറി കേരളത്തിലും BJPക്ക് അനുകൂലമായി വീഴും എന്ന പ്രതീക്ഷയാണ് NDA നേതൃത്വത്തിനും BJPയുടെ ദേശീയ നേതൃത്വത്തിനും എല്ലാം ഉള്ളത്. നേരെ നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. നമുക്കറിയാം മധ്യ കേരളത്തിലും ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുകയാണ്. അതിലേറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് തൃശ്ശൂരും അതോടൊപ്പം തന്നെ എറണാകുളവും ഒക്കെ അടങ്ങുന്ന മണ്ഡലമാണ്. ദേശീയ രാഷ്ട്രീയം ചർച്ചയാക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഭരണത്തിന്റെ മികവുകൾ ഉയർത്തിക്കാട്ടിയാണ് NDA വോട്ട് തേടുന്നത്. വൈകിയാണ് എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതെങ്കിലും
ജില്ലയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസനം തന്നെയാണ് BJP ചർച്ച ചെയ്യുന്നത്. തൃശൂരിൽ 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി മുന്നേറുന്നു. സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെക്കുന്ന പ്രകടന പത്രികയാണ് ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ അവതരിപ്പിക്കുന്നത്. മധ്യ കേരളവുമായി ബന്ധപ്പെട്ട പ്രത്യേക റിപ്പോർട്ട് കാണാം. കിരൺകുമാർ മധ്യ കേരളത്തിന്റെ വിശേഷങ്ങളുമായി എറണാകുളത്ത് നിന്നും ചേരുന്നു. കിരണെ, ഈ മധ്യ കേരളം പരിശോധിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്ന മണ്ഡലം തൃശ്ശൂരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം, ഒപ്പം ഇരു മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് BJPയുടെ എതിരാളി എന്ന നിലയിൽ, അല്ലെങ്കിൽ BJPയുടെ വോട്ടുകൾ അതിൽ വിള്ളലുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കെ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മുൻപ് നേമത്ത് പരീക്ഷിച്ചതുപോലെ മറ്റൊരു പരീക്ഷണം തൃശ്ശൂരിൽ ഇപ്പോൾ ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് നടത്തുന്നു. സുനിൽകുമാറിനെ പോലെ തൃശ്ശൂരിൽ വലിയ സ്വാധീനമുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ LDFും അവിടെ രംഗത്തിറക്കിയിരിക്കുന്നു. തൃശ്ശൂരിന്റെ ഒരു സാഹചര്യമാണ് പ്രേക്ഷകർക്ക് കൂടുതലായി അറിയാൻ താല്പര്യം. അതുകൊണ്ട് കിരൺ, തൃശ്ശൂരിൽ ഈ ഒന്നാം ഘട്ട പ്രചരണം അത് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നണികളുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ പ്രചരണ പരിപാടികളും മറ്റും എങ്ങനെ മുന്നോട്ട് പോകുന്നു കിരൺ? ഗൗതം, ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ പ്രഖ്യാപിക്കുന്നതിന് അല്ലെങ്കിൽ അതിന്റെ ചൂടിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ആരംഭിച്ചൊരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂര് ആര് പിടിക്കും എന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ നടന്നിട്ടുള്ള ചർച്ച. ഏതായാലും സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം, അല്ലെങ്കിൽ അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ വിജയ പ്രതീക്ഷകളെല്ലാം തന്നെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടികളാണ് ഇരു മുന്നണികൾക്കും മുന്നോട്ട് വെക്കാനുള്ളത് എന്ന് വേണം എടുത്തു പറയാൻ. കാരണം അത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് പലപ്പോഴും തൃശ്ശൂരിൽ നിന്ന് കണ്ടിട്ടുള്ളത്. അതായത് സുരേഷ് ഗോപിക്ക് എതിരായിട്ട്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇരു മുന്നണികളും മത്സരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ കണ്ടിരുന്നതാണ്. ഏതായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ NDA സംബന്ധിച്ചാണെങ്കിൽ, ദേശീയ രാഷ്ട്രീയം ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾ, അതിൽ സ്ത്രീകളുണ്ട്, കർഷകരുണ്ട്, മത്സ്യത്തൊഴിലാളികൾ, ഇങ്ങനെ അവശരായിട്ടുള്ള വിഭാഗങ്ങൾ അടക്കമുള്ളവരെ പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള പദ്ധതികൾ, അതിന്റെ ഗുണഭോക്താക്കൾ, അത്തരത്തിൽ ഈ പരിഗണന വേണ്ടവർ, ഇന്ന് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഇവർക്കിടയിലേക്കുള്ള ഒരു പ്രചരണ പരിപാടികൾ തന്നെയാണ് പ്രധാനമായിട്ടും BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ആവേശം തൃശ്ശൂരിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ അത് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ റോഡ് ഷോകളെല്ലാം തന്നെ ആദ്യഘട്ടത്തിലെ ഈ പ്രചാരണ പരിപാടികൾ നടക്കുന്ന സമയത്ത് എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചാണെങ്കിൽ ഇടതുപക്ഷം അവരുടെ ഒരു കരുത്തനായ നേതാവ്, അല്ലെങ്കിൽ CPIയിൽ നിന്ന് ഇപ്പോൾ ഉയർത്തി കാണിക്കാൻ കഴിയാവുന്ന ഒരു ശക്തനായ ഒരു നേതാവിനെ തന്നെയാണ് തൃശ്ശൂരിൽ മത്സരിപ്പിക്കുന്നത്. VS സുനിൽകുമാറാണ്. അദ്ദേഹം തൃശ്ശൂരുകാരനാണ്, മുൻ മന്ത്രിയാണ്. ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ പോലും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഈ CPM നേരിടുന്ന, അല്ലെങ്കിൽ LDF നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പാണ്. സംസ്ഥാനം കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ ഒരു സഹകരണ ബാങ്ക് തട്ടിപ്പ്. ഈ തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ട നിരവധി ആളുകളുണ്ട്. ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുള്ള ജനങ്ങൾക്ക് മുന്നിൽ നിന്നാണ് സുരേഷ് ഗോപി ഏതായാലും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ തട്ടിപ്പിനിരയാക്കപ്പെട്ട ജനങ്ങൾക്ക് മുന്നിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങൾ, അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ എന്ന് മാത്രമാണ് ഈ LDFനെ സംബന്ധിച്ച് നടത്താൻ കഴിയുന്നുള്ളൂ. മറ്റ് വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളോ ഒന്നും തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രചരണ പരിപാടികൾക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത് അത് VS സുനിൽകുമാറിന്റെ അല്ലെങ്കിൽ LDFന്റെ ഒരു കുറവായിട്ട് തന്നെ വിലയിരുത്താൻ. എന്നാൽ UDFനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ TN പ്രതാപന്റെ മണ്ഡലമായിരുന്നു, അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് MP ആയിരുന്നു. TN പ്രതാപനെ വെട്ടിക്കൊണ്ട് കെ മുരളീധരൻ വന്നത് തന്നെ വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ഗ്രൂപ്പ് കലാപത്തിന്, അല്ലെങ്കിൽ വോട്ട് മറിക്കുന്നതിന് വേണ്ടി TN പ്രതാപനെ ഇത്തരത്തിൽ കൂടെ നിർത്തുന്നതിൽ പോലും വലിയ രീതിയിൽ തന്നെ അത് വോട്ട് മറിക്കുന്നതിന് വേണ്ടിയാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അത് ആശയക്കുഴപ്പങ്ങളായി തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ട്. TN പ്രതാപനെ ഒഴിവാക്കിയതിൽ വലിയൊരു അമർഷം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ, അതായത് പരമ്പരാഗത കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ട്.
അതുകൊണ്ട് തന്നെ TN പ്രതാപന് പിന്നീട് കെ മുരളീധരനോടൊപ്പം പ്രചരണ പരിപാടികൾക്ക് ഇറങ്ങുമ്പോൾ തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന തരത്തിൽ വരുത്തി തീർക്കേണ്ടതായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് UDF നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ NDA സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയാണ് ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളായിട്ട് തൃശ്ശൂരിൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ NDA സംബന്ധിച്ചാണെങ്കിൽ വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെ ഇടപെടുന്നത് മധ്യ കേരളവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ, പ്രത്യേകിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്ന തീപാർന്ന പോരാട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് എറണാകുളത്ത് നിന്നും കിരൺ കുമാർ പങ്കുവച്ചത്. നന്ദി കിരൺ. ഒപ്പം കേരളത്തിലെ വിശേഷങ്ങൾക്കൊപ്പം ദേശീയ തലത്തിലും ചില സുപ്രധാനമായ നീക്കങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നു. BJPയുടെ 6ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, 2 പേരുടെ പട്ടികയാണ്, ഇന്ന് പേരടങ്ങുന്ന പട്ടികയാണ് ഈ 6ാം ഘട്ടത്തിൽ പുറത്തു വന്നത്. അതിലേറ്റവും ശ്രദ്ധേയമെന്നത് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നവനീത് റാണയെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നവനീത് റാണ 2019 അമരാവതി മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രയായി വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ്. നവനീത് റാണ അടുത്ത കാലത്ത് വളരെയധികം ശ്രദ്ധ നേടിയത് മഹാരാഷ്ട്ര ഉദ്ധവ് താക്കറെ സർക്കാരിനെതിരെ, കോൺഗ്രസും ശിവസേനയും ഒക്കെ അലയൻസിൽ ഭരിക്കുന്ന കാലത്ത് ഹനുമാൻ ചാലീസ ചെല്ലരുത് എന്ന രീതിയിലൊക്കെ ചില നിർദ്ദേശങ്ങൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അങ്ങനെ ഉദ്ധവ് താക്കറയെ വെല്ലുവിളിച്ചുകൊണ്ട് മുംബൈ നഗരത്തിൽ വന്ന് ഹനുമാൻ ചാലീസ ചൊല്ലിയ വനിതാ തീപ്പൊരി നേതാവാണ്. തീവ്ര ഹിന്ദുത്വത്തിന്റെ ഒരു മുഖമായി ദേശീയ തലത്തിലേക്ക് വളർന്നു വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അമരാവതിയിൽ നിന്നുള്ള നവനീത് കൗർ റാണ. ഇപ്പോൾ നവനീത് റാണ BJPയിലേക്ക് ഔദ്യോഗികമായി വരുന്നു. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നേരത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചതാണ്. ഒപ്പം BJPയുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ സഹപ്രഭാരിയായി നളീൻ കുമാർ കട്ടീലിനെ അല്പസമയം മുമ്പ് BJPയുടെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്. നളീൻ കുമാർ കട്ടീൽ കർണാടകയുടെ മുൻ അധ്യക്ഷനാണ്. ഒപ്പം കേരളവുമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. മലയാളമൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ്. നിലവിൽ MP ആയ കർണാടക BJPയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള നളിൻ കുമാർ കട്ടീൽ. അദ്ദേഹത്തെയാണിപ്പോൾ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള സഹപ്രഭാരിയായി BJPയുടെ ദേശീയ നേതൃത്വം അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചത്. ദേശീയ തലത്തിൽ നിന്നും വീണ്ടും കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു റിപ്പോർട്ടാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമായി ആലപ്പുഴ മാറുന്നു. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം BJPയുടെ തീപ്പൊരി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ ആലപ്പുഴയിലെ സാന്നിധ്യം തന്നെയാണ്. ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഏത് ലോക്സഭാ മണ്ഡലത്തിൽ, ഏത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചാലും അവിടെയെല്ലാം BJPയുടെ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വനിതാ നേതാവാണ്. ഉദാഹരണത്തിന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ 2,42,000 എന്ന ഒരു വലിയ നമ്പറിലേക്ക്, 2014 അവിടെ 1 ലക്ഷം വോട്ട് BJPക്കില്ല, പക്ഷേ 2019 എത്തുമ്പോൾ അത് 2,42,000 എന്ന ഒരു വലിയ നമ്പറിലേക്ക് എത്തിക്കുവാൻ ശോഭാ സുരേന്ദ്രന് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള BJPയുടെ തീപ്പൊരി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ ആലപ്പുഴയിലെ സാന്നിധ്യം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ലഭിച്ച ഒരേ ഒരു സീറ്റ്, ആലപ്പുഴ AM ആരിഫിലൂടെ ലഭിച്ച സീറ്റ്, അവിടെ തീപാർന്ന ഒരു മത്സരം നടക്കുന്നുണ്ട്. ഏതായാലും ആലപ്പുഴയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക റിപ്പോർട്ടാണ്. ആലപ്പുഴയിൽ നിന്നും വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. 3 വർഷത്തിനുള്ളിൽ സ്ത്രീകൾക്ക് അടച്ചുറപ്പുള്ള വീട് തന്റെ സ്വപ്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രകടന പത്രികയാക്കും എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട പ്രത്യേക റിപ്പോർട്ടുകൾ. വീടില്ലാത്തവരായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരൊറ്റ ആൾ പോലും ഉണ്ടാകില്ല. 3 വർഷം എനിക്ക് സമയം തരണം. അതെൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അത് ഞാൻ വാക്കാക്കി മാറ്റും. രണ്ടാമത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, +2 കഴിഞ്ഞ പെൺകുട്ടികൾക്ക് 25,000 രൂപയുടെ സ്കോളർഷിപ്പ് MP-യുടെ പ്രത്യേകമായിട്ടുള്ള ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി ക്രമം, അത് ഞാൻ ഇവിടെ തുടക്കം കുറിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടും അമ്മമാർക്കും പെൺകുട്ടികൾക്കും അടച്ചുറപ്പുള്ള മുറിയിൽ ജീവിക്കണ്ടേ? അത് മാർക്സിസ്റ്റുകാരൻ്റെ അമ്മയാണെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെ അമ്മയാണെങ്കിലും BJPക്കാരൻ്റെ അമ്മയാണെങ്കിലും വീട് വേണ്ടേ? കുട്ടികളെ സംരക്ഷിക്കണ്ടേ? പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഉൾപ്പെടെ അവർക്ക് ജീവിക്കാൻ സാഹചര്യം വേണ്ടേ? അതായിരിക്കും എൻ്റെ 2 പ്രധാന പ്രയോറിറ്റികൾ. 400ഓളം സീറ്റുകൾ നരേന്ദ്രമോദിക്ക് നൽകാൻ രാജ്യം തയ്യാറാകുന്ന തെരഞ്ഞെടുപ്പാണ്. വിജയത്തിൽ കുറഞ്ഞൊന്നും ആലപ്പുഴയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നൽകിയ വികസനം മാത്രമാണ് ആലപ്പുഴയിലുള്ളത്. അതിന്റെ ക്രെഡിറ്റ് LDFും UDFും അവകാശപ്പെടുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി.
കഴിഞ്ഞ 47 വർഷത്തിൽ ആദ്യമായിട്ട് നരേന്ദ്രമോദിജി രാജ്യം ഭരിച്ചതുകൊണ്ട് ചില വികസനങ്ങൾ വന്നു എന്നുള്ളതാണ്. ആ വികസനങ്ങളിൽ പ്രധാനപ്പെട്ടത് 2 കൂട്ടരും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആ 2 UDFും LDFും വെച്ച ബോർഡ് യഥാർത്ഥത്തിൽ അർഹത എന്ന് പറയുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിക്കാണ്. അത് നരേന്ദ്രമോദിജിയോടൊപ്പം ഇരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി അന്നത്തെ ശ്രീമാൻ നദ്ദാജിക്കാണ്. അദ്ദേഹമായിരുന്നു ക്യാബിനറ്റ് മിനിസ്റ്റർ. മറ്റൊന്ന് നമുക്ക്, അതായത് ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് BJPക്കാരനും അന്നത്തെ ക്യാബിനറ്റ് മിനിസ്റ്ററുമായിട്ടുള്ള നദ്ദാജി കൊടുത്തതാണ് ആലപ്പുഴയ്ക്ക്. ഫ്ലെക്സ് ബോർഡുകളിൽ കാണുന്ന 2260 കോടിയുടെ വികസനം കേന്ദ്ര സർക്കാരിൻ്റെതാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും സ്ത്രീകളുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കാറുണ്ടെന്നും ഇത്തവണയും അതുണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. ജനം, ആലപ്പുഴ. ആലപ്പുഴയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ. വാഗ്ദാനങ്ങൾ താൻ വിജയിച്ചു കഴിഞ്ഞാൽ നിറവേറ്റും. ആലപ്പുഴയിൽ ഇതുവരെ അധികാരത്തിലിരുന്ന ഇടതു വലത് മുന്നണികൾക്ക് അവിടെ എത്തി ജനങ്ങളോട് വോട്ട് ചോദിക്കുവാൻ ഒരു ധാർമ്മികതയുമില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ ജനം TVക്ക് നൽകിയിട്ടുള്ള ആ ഒരു ബൈറ്റിൽ പ്രത്യേകം എടുത്തു പറയുന്നത്. ആലപ്പുഴയിൽ നിന്നും നമുക്ക് വടകരയിലേക്ക് പോകാം. അങ്ങ് വടക്കൻ കേരളത്തിൽ തീപാറുന്ന പോരാട്ടം നടക്കുന്ന ശ്രദ്ധേയമായ മറ്റൊരു മണ്ഡലമാണ് വടകര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വടകര ഇടതുപക്ഷത്തെ സംബന്ധിച്ച് CPMനെയൊക്കെ സംബന്ധിച്ച് അവരുടെ പരമ്പരാഗത ശക്തി കേന്ദ്രം ONGM ഒക്കെ അടങ്ങുന്ന മേഖലയാണ്. പക്ഷെ പിന്നീട് നമുക്കറിയാം അതേ CPMകാർ തന്നെ ഒരു കാലത്ത് ഒരുമിച്ച് നടന്ന TP ചന്ദ്രശേഖരൻ, അദ്ദേഹം ഒരു ഘട്ടത്തിൽ പാർട്ടിയോട് അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി പിന്നീട് പുറത്തു പോകുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് TP ചന്ദ്രശേഖരനെ CPMന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ അരുംകൊല ചെയ്യുന്നത്. അതോടുകൂടി പിന്നീട് അവിടെ RMP എന്ന പുതിയ പാർട്ടി TP ചന്ദ്രശേഖരന്റെ ലെഗസി ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം മുന്നോട്ട് വെക്കുന്ന കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള മറ്റൊരു പാർട്ടി അവിടെ രൂപപ്പെടുന്നു. അതോടുകൂടി അവിടെ CPMന് കാലിടറുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P ജയരാജൻ, CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജൻ അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം പോലും വടകരയിൽ ഉണ്ടായി. അവിടെ UDF വിജയിക്കുന്നു. കഴിഞ്ഞ തവണ K മുരളീധരനാണ് അവിടെ വിജയിച്ചത്. എന്തായാലും വടകരയുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പ്രചരണം കൊഴുത്തതോടെ ശക്തമായ പോരാട്ടമാണ് 3 മുന്നണികളും മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. തങ്ങളുടെ പരമ്പരാഗത മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPM KK ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഷാഫി പറമ്പിലിനെ രംഗത്തിറക്കിയാണ് കോൺഗ്രസ് മറുപടി കൊടുത്തത്. അതേസമയം ഇരു മുന്നണികളോടും പോരാടി മണ്ഡലത്തിൽ താമര വിരിയിക്കാനാണ് NDA സ്ഥാനാർത്ഥിയും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനുമായ പ്രഫുൽ കൃഷ്ണന്റെ നീക്കം. കോഴിക്കോട് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ 2 നിയോജക മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം. കഴിഞ്ഞ 15 വർഷമായി മണ്ഡലം നിലനിർത്തി പോരുന്ന കോൺഗ്രസ് പക്ഷേ ഇക്കുറി മണ്ഡലം നിലനിർത്താൻ ഇറക്കിയിരിക്കുന്നത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായത് പാലക്കാട് MLA ഷാഫി പറമ്പിൽ. ഇടതുപക്ഷമാവട്ടെ പരമ്പരാഗതമായ തങ്ങളുടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കളത്തിലിറക്കിയിരിക്കുന്നത് കൂത്തുപറമ്പ് MLA KK ശൈലജയെയും. ആ തരത്തിൽ കേരളത്തിലെ 2 MLAമാർ നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലമെന്ന പ്രശസ്തി കൂടിയുണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിന്. ഈ 2 മുന്നണികളോടും കൂടി പോരടിക്കാൻ വേണ്ടി NDA രംഗത്തിറക്കിയിരിക്കുന്നത് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായ പ്രഫുൽ കൃഷ്ണയാണ്. ഇന്ന് ഈ 3 സ്ഥാനാർത്ഥികളുടെയും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് നമ്മളുടെ സഞ്ചാരം. ഞങ്ങളെത്തുമ്പോൾ വടകര MES കോളേജിലെ വിദ്യാർത്ഥികളോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. 2009 മുതൽ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണ് വടകര. കഴിഞ്ഞ 3 തവണയും കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങിയത് മുതിർന്ന നേതാക്കൾ തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് പാർട്ടിയുടെ യുവരക്തമായ ഷാഫി പറമ്പിലിനെയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വടകരയെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിത്വമായിരുന്നു താങ്കളുടെ സ്ഥാനാർത്ഥിത്വം. ആ സർപ്രൈസ് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള വിശ്വാസം ഇപ്പോൾ ഉണ്ട്. എനിക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാനും തീരെ പ്രതീക്ഷിച്ചിട്ടോ അങ്ങനെ ലോക്സഭയിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നിലവിലെ സാഹചര്യങ്ങളിൽ പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനം അത് തീർച്ചയായിട്ടും അംഗീകരിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇവിടെ വരുമ്പോൾ പാലക്കാട് നിന്ന് പെട്ടെന്ന് പോരുമ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. നമ്മൾ പാലക്കാടോട്ട് അങ്ങനെ കണക്റ്റഡായി നിൽക്കുമായിരുന്നല്ലോ. പക്ഷേ ഇതിൻ്റെ തീരുമാനത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലായി. പക്ഷെ വടകര വന്ന് ഇറങ്ങിയ സെക്കൻഡ് തൊട്ടിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ വടകര എന്താ പറയുക ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടും എനർജിയാണ് തരുന്നത്. TP പറ്റി ഞങ്ങൾ പറയുന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾ അതിൻ്റെ നിയമ പോരാട്ടങ്ങളിലുമാണ്. ഇപ്പോൾ KK രമയും RMPയും കൊടുത്ത കേസാണ് ഇപ്പോൾ ഒടുവിൽ അത് ഡിസ്കഷന് കാരണമായി മാറുന്നത്.
അപ്പോൾ അത് സംശയങ്ങൾക്കിടയില്ലാത്ത വധം അതൊരു പൊളിറ്റിക്കൽ മർഡറാണ് എന്ന് കോടതി തന്നെ ഇപ്പോൾ വിധിയിലൂടെ വീണ്ടും പ്രസ്താവിച്ചിരിക്കുകയാണ്. അവരുടെ ശിക്ഷ ഇരട്ടിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ അത് പറയരുത് എന്ന് പറയുന്നതിനകത്തുള്ളൊരു കുഴപ്പം, ഒരാളെ അങ്ങനെ അങ്ങ് കൊന്നാൽ 1 or 2 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ് പിന്നെ അങ്ങ് നിർത്തിയേക്കണം, എന്നിട്ട് പിന്നെ അടുത്ത ആളെ ഞങ്ങൾ പിന്നെ കൊന്നോളാം എന്നുള്ളൊരു ലൈനല്ലേ. തീർച്ചയായും മണ്ഡലം വീണ്ടും ഉറപ്പിച്ച് കോൺഗ്രസിനോട് കൂടെ തന്നെ നിർത്തും എന്നാണ് ഷാഫി പറമ്പലിന്റെ വിശ്വാസം. കൊയിലാണ്ടിയിലെ മൂച്ചുകുന്ന് പ്രദേശത്തെ പ്രചാരണ ചൂടിലാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ഇത്തവണ ഉറപ്പായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എനിക്ക് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഏത് തരത്തിലായിരിക്കും വികസനങ്ങൾ ടീച്ചർ വടകരയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാർഷിക പ്രശ്നമാണ്. കാർഷിക മേഖലയിൽ കുറ്റ്യാടി പോലുള്ള മേഖലകളൊക്കെ ഉണ്ട്. അതോടൊപ്പം വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. അപ്പോൾ ഈ മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന മേഖലകളാണ്. അതിൽ കേരളം മാത്രം വിചാരിച്ച് ചെയ്യേണ്ടതല്ല, കേന്ദ്ര ഗവൺമെൻറ്റാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടേ മതിയാവുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി നേടിയെടുക്കാൻ ഞാൻ പരിശ്രമിക്കുമെന്നുള്ളതാണ്. 5 വർഷം ഞാൻ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നല്ലോ. എന്ത് വലിയ മാറ്റമാണ് ആ മേഖലയിൽ ഉണ്ടായത് എന്നുള്ളത് ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അങ്ങനെ വിലയിരുത്തിയാൽ അതും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. പൊതുവെയിലിനെ അവഗണിച്ചുകൊണ്ട് വടകര കോടതിയിലെ ജീവനക്കാരോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ. ഇടത് വലത് മുന്നണികളോട് പോരടിക്കാൻ NDA വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുന്നത് BJPയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയും യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയാണ്. വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. NDAക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെ വടകരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളുടെ കൺവെൻഷൻ ഉണ്ടായിട്ടുള്ള ജനപങ്കാളിത്തം, അതുമായി ബന്ധപ്പെട്ട് നടന്ന റോഡ് ഷോയിൽ ഉണ്ടായിട്ടുള്ള പങ്കാളിത്തം, അതൊക്കെ അതിനുള്ള തെളിവാണ്. ഈ വികസനം പറഞ്ഞാൽ NDAയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ UDFനും LDFനും മനസ്സിലായി. അതുകൊണ്ടാണ് നിലവാരമില്ലാത്ത വർഗീയ പ്രചരണമാണ് ഇപ്പോൾ LDFും UDFും അയച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ CAയുടെ പേരിൽ, പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ആട്ടി ഓടിക്കുന്നതാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. വെല്ലുവിളിക്കുന്നു. ഇവിടെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് വോട്ട് പിടിക്കാൻ LDFനും UDFനും ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വെല്ലുവിളിക്കുക. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയല്ലേ. ഇവിടെ CAയുടെ പേരിൽ ഏത് മുസ്ലിമിനാണ് ഇവിടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഇന്ത്യ മഹാരാജ്യത്തെ ഒരൊറ്റ മുസ്ലിം പൗരന് പോലും ഇവിടെ പൗരത്വം നഷ്ടപ്പെടുകയാണ്. എന്നിരിക്കെ ഇവിടുത്തെ മുസ്ലിങ്ങൾ 2ാം കിട പൗരന്മാരാണ്. എല്ലാവരും ആട്ടി ഓടിക്കാൻ പോവുകയാണ്. ഇന്നത്തെ രീതിയിലുള്ള പ്രചരണങ്ങൾ അതിന് ഇന്ത്യ മഹാരാജ്യം കൊടുക്കേണ്ടി വരുന്ന വില കനത്തതാണ്. ഈ പാർലമെന്റിലേക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഏത് തലത്തിലായിരിക്കും വടകരയുടെ വികസന കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ കൊണ്ടുവരുന്നത്? വടകരയുടെ ടൂറിസം സാധ്യതകൾ അനന്തമാണ്. കാപ്പാട് മുതൽ കാപ്പാട് ബീച്ച്, തിക്കോടി ബീച്ച്, പയ്യോളി ബീച്ച്, വടകര മിനി ഗോവ. ഗോവ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനം നിൽക്കുന്നത് ടൂറിസം കൊണ്ട് മാത്രമാണ്, ഇല്ലേ? അതുപോലെ പ്രയോജനപ്പെടുത്താൻ പറ്റിയ സ്ഥലമാണ് മിനി ഗോവ എന്ന് പറയുന്ന വടകരയുടെ മണ്ഡലത്തിലെ സ്ഥലം. അവിടെയൊന്നും ഒന്നും നടപ്പില്ല. സാൻഡ് ബാങ്ക്സ് ഉണ്ട്, തിക്കോടി ഡ്രൈവിംഗ് ബീച്ചുണ്ട്, തലശ്ശേരി ബീച്ചുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബീച്ചുകൾ മാത്രം മതി. വടകരയെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റാൻ ഈ ബീച്ചുകൾ മാത്രം മതി. എന്തായാലും ഇത്തവണ മണ്ഡലത്തിൽ പോരാട്ടം കനക്കുമെന്ന് ഉറപ്പാണ്. ഇടതുപക്ഷം തങ്ങളുടെ പരമ്പരാഗത മണ്ഡലം തിരിച്ചുപിടിക്കുകയോ കോൺഗ്രസ് കഴിഞ്ഞ 15 വർഷത്തെ വിജയം ആവർത്തിക്കുകയോ അതോ മണ്ഡലത്തിൽ ഇനി താമര വിരികുകയാണോ ചെയ്യുക എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ക്യാമറാമാൻ പ്രസോദിനോടൊപ്പം ആനന്ദ് പുതൂർ, ജനം. വടക്കൻ കേരളത്തിലെ തീവാർന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര. അത് 2024 മാത്രം പ്രത്യേകതയല്ല. മുൻപും പല ഘട്ടങ്ങളിലും അതിശക്തമായ രാഷ്ട്രീയ മത്സരം മുൻപും അവിടെ വിവിധ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിനാൽ അതിശക്തമായ മത്സരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വടകര മണ്ഡലത്തിൽ നടക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. വടകരയിൽ നിന്നും നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട് നമുക്കറിയാം, കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ദിവസം BJP പ്രഖ്യാപിച്ചത് ഏറ്റവും കരുത്തനായ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെയാണ്. ദേശീയ നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ വയനാട്ടിൽ നിർത്തും എന്നത് സംബന്ധിച്ചുള്ള സൂചന പല ഘട്ടങ്ങളിൽ BJPയുടെ ദേശീയ നേതൃത്വം നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ അത് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് എന്ന സൂചന ഒരിക്കലും പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ BJPയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ ഏതാണ്ട് 111ഓളം
സ്ഥാനാർത്ഥികളുടെ പേരുകൾ അടങ്ങുന്നതായിരുന്നു 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും അതിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയത് കെ സുരേന്ദ്രന്റെ വയനാട്ടിലേക്കുള്ള ആ ഒരു എൻട്രിയിലൂടെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വയനാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നിലമ്പൂരിൽ ഉജ്ജ്വല സ്വീകരണം. മണ്ഡലത്തിലെ ജ്യോതിപ്പടി മുതൽ ജനതാ പടി വരെ നടന്ന റോഡ് ഷോയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. കെ സുരേന്ദ്രൻ വയനാട്ടിലെത്തിയ ശേഷം നടത്തിയിട്ടുള്ള ആദ്യത്തെ പ്രചരണമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങിയെത്താം. കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയ്ക്ക് നിലമ്പൂർ എത്തിയപ്പോഴും വൻ സ്വീകരണമാണ് ലഭിച്ചത്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് സ്ഥാനാർത്ഥിയെ വരവേറ്റു. തുറന്ന വാഹനത്തിലാണ് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ കെ സുരേന്ദ്രൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്തത്. നിലമ്പൂരിലും വൻ സ്വീകരണമാണ് ലഭിച്ചതെന്നും എല്ലായിടത്തും മാറ്റങ്ങൾ വരികയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമാണ് NDAക്ക് അനുകൂലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വളരെ വലിയ ആവേശമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ എല്ലാ കാര്യങ്ങളിലും മലപ്പുറം ജില്ലയിൽ ഗുണഭോക്താക്കളുടെ എണ്ണം മറ്റ് പല ജില്ലകളെയും അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. മലപ്പുറത്തെ 3 മണ്ഡലങ്ങളിൽ മുൻപ് സ്വാധീനമില്ലായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അത് മാറിയെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു. മലപ്പുറം ജില്ലയുടെ ഹൃദയസ്പന്ദനങ്ങൾ, മലപ്പുറം ജില്ലയുടെ 3 മണ്ഡലങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. BJPക്ക് ഒരു കാലത്ത് സ്വാധീന കുറവ് ഉണ്ടായിരുന്ന ഒരു മണ്ഡലങ്ങളാണ് സംഘടനാപരമായി. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഈ ആവേശം കണ്ടാൽ മനസ്സിലാകും, മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളും സുരേന്ദ്രനെ ഏറ്റെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ചും മതന്യൂനപക്ഷ വിഭാഗങ്ങൾ പെടുന്ന ആളുകളുടെ വലിയ ആവേശം സുരേന്ദ്രനെ സ്വീകരിക്കാൻ വേണ്ടി കാണാൻ സാധിക്കും. ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ നോമ്പിന്റെ അവസാന സമയമാണ്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് പോലും അവർ സുരേന്ദ്രനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് എത്രത്തോളം അവർ നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതിന് നേർസാക്ഷ്യമാണ്. റോഡ് ഷോയ്ക്ക് ശേഷവും ജനങ്ങളോട് സംസാരിച്ചതിന് ശേഷമാണ് കെ സുരേന്ദ്രൻ മടങ്ങിയത്. ക്യാമറമാൻ കെ സുബിത്തിനൊപ്പം അർജുൻ PS, ജനം, വയനാട്. വയനാട്ടിൽ കെ സുരേന്ദ്രൻ BJPയുടെ കരുത്തനായ സ്ഥാനാർത്ഥി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ റോഡ് ഷോയും പ്രചരണവും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി അരുൺ കൊടുങ്ങൂരാണ് ഇപ്പോൾ ചേരുന്നത്. അരുണെ, വയനാട് മണ്ഡലത്തിൽ രാഹുലിനെതിരെ മത്സരിക്കുവാൻ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു ശക്തിയായ സ്ഥാനാർത്ഥി ഉണ്ടായില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ ഒരു ദുർബല സ്ഥാനാർത്ഥിയെയാണ് പൊതുവെ ഇടതുപക്ഷം ഇക്കുറി മുന്നോട്ട് വെച്ചത്. പക്ഷേ സുരേന്ദ്രന്റെ കടന്നുവരവോടുകൂടി രാഹുലിനെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്ന ആ ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? സുരേന്ദ്രൻ രംഗപ്രവേശനം ചെയ്യുന്നതോടുകൂടി ഈ വയനാടിന്റെ ചിത്രം എത്രത്തോളം മാറുന്നുണ്ട്? പ്രത്യേകിച്ച് നേരത്തെ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ മുൻപ് BJPക്ക് വലിയ സംഘടനാ സംവിധാനം ഒന്നുമില്ലാത്ത ഒരു മണ്ഡലമാണ്. പക്ഷേ കെ സുരേന്ദ്രൻ അദ്ദേഹം എവിടെ മത്സരിച്ചു കഴിഞ്ഞാലും വോട്ട് ഷെയർ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പ്രത്യേകിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ 2,97,000 ഏതാണ്ട് 3 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ പിടിച്ച കേവലം 80,000 വോട്ടുകൾക്ക് മാത്രം അവിടെ പരാജയപ്പെട്ടു പോയ ഒരു സ്ഥാനാർത്ഥിയാണ്. അത്രത്തോളം കരുത്തനാണ് അദ്ദേഹം. എവിടെ നിന്ന് കഴിഞ്ഞാലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതങ്ങ് വടക്കൻ കേരളത്തിലെ മഞ്ചേശ്വരമാണെങ്കിലും ശരി, ഇങ്ങ് തെക്കൻ കേരളത്തിലെ കോന്നിയാണെങ്കിലും ശരി, എവിടെ നിന്നാലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന കെ സുരേന്ദ്രന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി ആ മണ്ഡലത്തിന്റെ ചിത്രം ഇപ്പോൾ എങ്ങനെയാണ് മാറി പറയുന്നത്? അരുൺ. തീർച്ചയായും ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിക്കുന്ന ഒരു മണ്ഡലം എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ തീപാറുന്ന പോരാട്ടം, കേരളത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി വയനാട് മാറിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുകയാണെങ്കിൽ നേരത്തെ ഗൗതം ആവർത്തിച്ച് വ്യക്തമാക്കിയതുപോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം, അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എത്തിയ സ്ഥാനാർത്ഥി, അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കെ സുരേന്ദ്രന്റെ ഒരു
ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ 3-ാം തീയതി മാത്രമാണ് രാഹുൽ ഗാന്ധി ഈ ഒരു മണ്ഡലത്തിലേക്ക് എത്തുക. നമുക്കറിയാം കഴിഞ്ഞ തവണയൊക്കെ വയനാടുമായി ബന്ധപ്പെട്ട് നീർന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും അവിടെ MP ഇല്ല എന്നുള്ള ഒരു വലിയ വികാരം അവിടെ ഉണ്ടായിരുന്നു. ആളുകൾ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ CPM പ്രത്യേകിച്ച് ഇടതുപക്ഷം എടുത്ത നിലപാട്. CPIക്ക് അർഹതപ്പെട്ട ഒരു സീറ്റാണിത്. പക്ഷേ ദേശീയ നേതാവാണെങ്കിൽ പോലും കൃത്യമായി മണ്ഡലത്തിൽ സ്വാധീനം കുറവുള്ള ഒരാളെയാണ് ഇറക്കിയത്. അത് പാർട്ടിക്കുള്ളിൽ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് കൃത്യമായ ഒരു മാസ് എൻട്രിയോടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വയനാട് മണ്ഡലത്തിലേക്ക് എത്തുക. ഇന്നലെയായിരുന്നു ആദ്യ റോഡ് ഷോ ഉണ്ടായത്. അതായത് വലിയ രീതിയിൽ വയനാട്ടിൽ വലിയ രീതിയിലുള്ള തരംഗം സൃഷ്ടിച്ചതിന് ശേഷമാണ് മലപ്പുറത്തേക്ക്, അതായത് വയനാട് മണ്ഡലത്തിലെ മറ്റൊരിടത്തേക്ക് സുരേന്ദ്രൻ റോഡ് ഷോയുമായി പോകുന്ന എല്ലാ ഇടങ്ങളിലും ശക്തമായ രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കുന്ന എല്ലാ പ്രതീതികളിലും നിരവധി ആളുകൾ റോഡ് ഷോ നടത്തുന്ന ഇടങ്ങളിലെല്ലാം തന്നെ സുരേന്ദ്രനെ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയനാടിന്റെ വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതായത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മത്സരം കഴിഞ്ഞ തവണ നടന്നിരുന്നു. രാഹുൽ ഗാന്ധിക്ക് മൃഗീയമായ ഭൂരിപക്ഷം നൽകുന്നു. പക്ഷെ അവിടുത്തെ ജനത ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്ത് അയച്ചിരുന്നത്, തങ്ങൾക്ക് തങ്ങളുടെ നാവായി മാറാനുള്ള ഒരു ജനപ്രതിനിധി. പക്ഷേ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. നമുക്കറിയാം ഏറ്റവും ഒടുവിലായി കാട്ടാനയുടെ അക്രമം, അതോടൊപ്പം തന്നെ വന്യജീവികളുടെ ശല്യമെല്ലാം തന്നെ അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. പക്ഷെ ആ സമയങ്ങളിൽ പോലുമൊക്കെ വഴിപാട് പോലെ ഇവിടെ വന്ന് മടങ്ങി ഒരു അവലോകനം യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുകയല്ലാതെ യാതൊരു തരത്തിലുള്ള ഇടപെടലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകൾ ഉള്ള ഒരു മണ്ഡലമാണ്. കാരണം ഇപ്പോൾ തന്നെ കേരളത്തിലും അതോടൊപ്പം തന്നെ വിദേശികളും സ്വദേശികളുമായ ഒരുപാട് സഞ്ചാരികൾ വയനാട്ടിലേക്ക് എത്തുന്നു. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അഭാവം, കൃത്യമായ ഒരു മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതെ ആതുര രംഗത്ത് ഒരുപാട് പിന്നിലേക്ക് നടക്കുന്നു. ഇവിടെയാണ് കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിനെ BJP അടക്കമുള്ള മുന്നണികൾ നേരിടുന്നത്. രാഷ്ട്രീയത്തിന് ഉപരിയായി കൃത്യമായ വികസനം, മണ്ഡലത്തിന്റെ വികസനം ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം വയനാട് ചുരത്തിലൊക്കെ തന്നെ ബദൽ പാതകളൊക്കെ ഉയർത്താനുള്ള നടപടികളിലേക്കൊക്കെ തന്നെ പോലും കൃത്യമായ ഒരു ഇടപെടൽ അവിടെയൊന്നും തന്നെ ഉണ്ടായില്ല. സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ അടക്കം വെല്ലുവിളിയായി നിൽക്കുമ്പോൾ സമഗ്രമായ ഒരു വികസനം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വയനാട്ടിൽ ഇക്കുറി ഏറ്റവും പ്രധാനമായി ചർച്ചയാകുക. അതോടൊപ്പം തന്നെ തീ പാറുന്ന ത്രികോണ മത്സരത്തിന്റെ എല്ലാ വീറും വാശിയും നടന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കിക്കൊണ്ട് അവർ മണ്ഡലത്തിൽ ഉടനീളം പ്രചരണ പ്രവർത്തകർക്കിടയിൽ ഊർജ്ജം നൽകിക്കൊണ്ട് സാധാരണ ആളുകളുടെ വോട്ടുകൾ തേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. വയനാട്ടിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. 3-ാം തീയതിയാണ് രാഹുൽ ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുക. അന്ന് തന്നെ റോഡ് ഷോ നടത്തിയതിനു ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അനി രാജയും മണ്ഡലത്തിൽ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. കൃത്യമായി തന്നെ ഈ ഒരു വലിയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ദേശീയ തലത്തിൽ ഒരു മുന്നണിയായി മത്സരിച്ചുകൊണ്ട് കേരളത്തിൽ 2ആയി മത്സരിക്കുന്ന ഒരു സാഹചര്യം, അതൊക്കെ തന്നെ ദേശീയ തലത്തിൽ കൃത്യമായി ചർച്ചയാക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെയുണ്ട്. എന്തായാലും സജീവ ചർച്ചയായി, സജീവ രാഷ്ട്രീയ ചർച്ചയായി, സജീവ പ്രചരണ പ്രവർത്തനങ്ങളുമായി വയനാട് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ മലബാറിലും ഈ തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ വാനോളം എത്തുകയാണ്. ആരെയും തലയും മുറുക്കിയെല്ലാം തന്നെ മുന്നണികൾ പരമാവധി വോട്ട് ഉറപ്പിക്കുക, തങ്ങളുടെ പെട്ടിയിലേക്ക് വോട്ട് നേടുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കടുത്ത ചൂടിനെ എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് രാത്രി വൈകിയും പ്രചരണ പ്രവർത്തനങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നു. റോഡ് ഷോയിലേക്ക് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കടക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രവചനത്തിന് അപ്പുറത്തേക്കുള്ള ഒരു വലിയ മത്സരം തന്നെ വയനാട്ടിലും അതോടൊപ്പം തന്നെ മലബാറിലെ വടക്കൻ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഗൗതം. നന്ദി അരുൺ. വളരെ നിർണായകമായ വയനാട് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷം, ഒപ്പം വടക്കൻ കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യവുമാണ് അരുൺ കൊടുങ്ങൂർ കോഴിക്കോട് നിന്നും പങ്കുവച്ചത്. മഹാഭാരതത്തിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മുതൽ കേരളത്തിലെ സ്ഥാനാർത്ഥികൾക്ക്, അതായത് നാളത്തെ ദിവസം മുതൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും
തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കും. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും നാളെ മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയും. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം നാളെ വരികയാണ്. അതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം കേരളമടങ്ങുന്ന സംസ്ഥാനങ്ങളിൽ കൂടുതൽ സജീവമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഭാരതത്തിലെമ്പാടുമുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതം അതിൻ്റെ നേതൃത്വത്തെ തെരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്ന ഒരു ഘട്ടമാണ്. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് വരുന്ന 2 മാസക്കാലം. ഈ ഘട്ടത്തിലാണ് ഈ രാഷ്ട്രത്തിൻ്റെ സമഗ്രമായ തെരഞ്ഞെടുപ്പ് കവറേജുമായി ജനം TV ജനങ്ങളിലേക്ക് എത്തുന്നത്. മഹാഭാരതത്തിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭരാത്രി.